ഹായ് കൂട്ടുകാരെ, നമ്മുടെ നക്ഷത്രമോളുണ്ടല്ലോ, അവൾ നന്നായിട്ട് വരയ്ക്കും, വളരെ നന്നായിട്ട് തന്നെ വരയ്ക്കും. അവൾക്ക് അച്ഛൻ്റെ കഴിവ് കുറച്ച് കിട്ടിയിട്ടുണ്ട് വരയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, ഡ്രോയിങ് ബുക്സും കാര്യങ്ങളൊക്കെ. വളരെ നന്നായിട്ട് ഒരു കാരിക്കേച്ചർ പോലെയും മോഡേൺ ആർട്ട് പോലെയൊക്കെയാണ് അവൾ വരയ്ക്കുന്നത്. പിന്നെ അവൾ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവൾ ചെയ്ത മാലയൊക്കെ. അപ്പോൾ ഇവിടെ ഇരുന്ന പഴയ മുത്തുകളൊക്കെ കോർത്തിട്ട് മാലകളൊക്കെ അവൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്ന് ഒരു കിറ്റായിട്ട് ബുക്ക് ചെയ്തു. ഇങ്ങനെ മാലയും ബ്രേസ്ലെറ്റും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഹെയർ ആക്സസറീസും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കിറ്റ് ഓർഡർ ചെയ്തു. അത് ഇന്ന് വന്നു. ഇന്ന് വന്ന ആ സമയം മുതൽ അവൾ അതിൻ്റെ പണിപ്പുരയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചത് അവൾക്കൊരു ടൈം പാസ് എന്നുള്ള രീതിയിലായിരിക്കും അവളത് ചോദിക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസം അതിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങിയിട്ട് ഇതുപോലൊരു സാധനം എനിക്ക് വേണം, കിറ്റായിട്ട് വാങ്ങിച്ചു തരണം എന്നൊക്കെ. അപ്പോൾ അവളൊരു ടൈം പാസ് രീതിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. പക്ഷേ ഈ സംഭവം കൈ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അവളോടത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവളതൊരു വേറെ ലെവലിലാണ് ആ സംഭവം എടുത്തിരിക്കുന്നത്. അപ്പം എന്താണ് അവൾ അതും വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് അവളുടെ വായിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേൾക്കാം. നക്ഷത്ര കുഞ്ഞേ, ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എന്നാ ചെയ്യാൻ പോകുന്നേ? ഓൺലൈൻ വഴി സെയിൽ ചെയ്യുവോ? എങ്ങനെയാ സെയിൽ ചെയ്യുന്നേ? അതുവഴി സെയിൽ ചെയ്യുവോ? ആഹാ, അത് ശരി. അപ്പൊ എന്നിട്ട് ആ പൈസയൊക്കെ എന്ത് ചെയ്യും? സെയിൽ ചെയ്ത ആൾക്കാർ ഇതൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഈ പൈസയൊക്കെ എന്ത് ചെയ്യും? പിന്നെ 100 പുസ്തകം വാങ്ങിക്കും, പിന്നെ എന്നിട്ട് യാത്ര ചെയ്യുവോ? യാത്ര ചെയ്യാനാണോ ഇഷ്ടം? ഓ, അത് ശരി. ഇപ്പോൾ എന്നാ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കാണിക്കാവോ? ഇപ്പോൾ ഉണ്ടാക്കിയത്? ഓ, ഇതൊക്കെ തന്നെ ഉണ്ടാക്കിയതാണോ കുഞ്ഞ്? അടിപൊളി. ആ, വേറെ? ആഹാ, ഇതെന്താ സംഭവം? ഇതിന്റെ പേരെന്താ? അലിഗേറ്റർ ക്ലിപ്പാണോ? ഓ, ഓക്കെ, ശരി. ഹെയർ ബോ ഉണ്ടാക്കിയോ? ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം അല്ലേ? അതെ അല്ലേ? ഓക്കെ, ശരി. വേറെ എന്തൊരു സാധനം അമ്മയ്ക്ക് ഉണ്ടാക്കിയല്ലോ, എന്ത് ചെയ്യും? ഇത് അമ്മയ്ക്കാണോ? ബ്രേസ്ലെറ്റ് ആണോ? കയ്യിലിട്ട് തരൂ. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൂട്ടുകാരെ, അവളുടെ ആഗ്രഹം കേട്ടല്ലോ. ഇതൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്ത് ആ കാശ് കൊണ്ട് യാത്ര ചെയ്യണം, ബുക്സ് വാങ്ങിക്കണം എന്നൊക്കെയാണ് അവളുടെ ആഗ്രഹം. അപ്പം നമ്മൾ അവളുടെ പേജിലൂടെ തന്നെ ഞങ്ങൾ അവൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇടാവേ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.